കോഴിക്കോട് മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തു. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ഒളിക്യാമറ ദൃശ്യങ്ങൾ കൃത്രിമമല്ലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കോഴിക്കോട് നോർത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ AV പ്രദീപിനാണ് അന്വേഷണ ചുമതല. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശപ്രകാരമാണ് MK രാഘവനെതിരെ കേസെടുത്തത്. അഴിമതി നിരോധന നിയമപ്രകാരം 414/2019 കോഴിക്കോട് നടക്കാവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ട് 171 പ്രകാരവും കേസുണ്ട്. വിശദമായ അന്വേഷണത്തിനായി ഒളിക്യാമറ ദൃശ്യത്തിന്റെ എഡിറ്റ് ചെയ്യാത്ത ടൈപ്പ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ASP വാഹിദ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ദൃശ്യങ്ങൾ യഥാർത്ഥമാണെന്ന് വ്യക്തമായിരുന്നു. ഒളിക്യാമറ ഓപ്പറേഷനിൽ ഗൂഢാലോചന നടന്നു എന്ന രാഘവന്റെ പരാതിയിൽ കഴമ്പില്ലെന്നും പോലീസ് കണ്ടെത്തി. ഗൂഢാലോചന തെളിയിക്കുന്ന ഒരു കാര്യവും രാഘവന് ഹാജരാക്കാനായതുമില്ല. ദൃശ്യങ്ങളിലെ സാഹചര്യവും രാഘവന്റെ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. TV9 ഭാരത് വർഷ ചാനൽ നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷനിലാണ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥിയായ MK രാഘവൻ കുടുങ്ങിയത്. കോഴിക്കോട്ട് വ്യവസായ ആവശ്യത്തിനായി 15 ഏക്കർ ഭൂമി വേണമെന്നാവശ്യപ്പെട്ട് സമീപിച്ച ചാനൽ സംഘത്തോട് MK രാഘവൻ 5 കോടി രൂപ ആവശ്യപ്പെടുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 20 കോടി രൂപ ചെലവായി എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. സ്വകാര്യ ചാനൽ ദൃശ്യങ്ങൾ സഹിതം വാർത്ത പുറത്തുവിട്ടതോടെയാണ് MK രാഘവൻ വെട്ടിലായത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് MK രാഘവന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ്. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തതോടെ UDFും MK രാഘവനും വലിയ പ്രതിരോധത്തിലായി. കോഴിക്കോട് നിന്നും AK ലതീഷ്. ഇടുക്കിയിലെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ടെന്നും അതിനാൽ തന്നെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ് ജോർജ്. കള്ളപ്രചാരണം നടത്തുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചു. ഇന്ന് മൗനപ്രചാരണത്തിന്റെ തിരക്കിലാണ് സ്ഥാനാർത്ഥി. നമുക്കൊപ്പം ഇപ്പോൾ ഉള്ളത് ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോസ് ജോർജ് ആണ്. ഇന്ന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ? മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണും. മിക്കവാറും എല്ലാ നിയോജക മണ്ഡലത്തിലെയും നമ്മളുടെ പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന മറ്റ് സംഘടനകളും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമൊക്കെ കൂടി ആലോചിക്കും. നാളത്തെ പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അത് ഏറ്റവും സുഗമമായി നടത്തുന്നതിനുള്ള പൊതുവായൊരു പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാവും. പ്രധാനപ്പെട്ട വോട്ടഭ്യർത്ഥിക്കേണ്ടവരും അതിൻ്റെ ഇടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വിട്ടുപോയവരായി ആരെങ്കിലുമൊക്കെ കാണേണ്ടവരുണ്ടെങ്കിൽ അവരെയും കാണണം. പരസ്യപ്രചാരണത്തിന് കൂടുതൽ സമയം കിട്ടിയ വ്യക്തി കൂടിയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ വന്നതുകൊണ്ട് അതിൻ്റെ ആ തുടക്കം മുതലുണ്ടായിരുന്ന ഒരു ആവേശം അവസാനത്തിലും നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് നമ്മൾ കഴിഞ്ഞ 5 വർഷക്കാലമായി ആളുകളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആത്മബന്ധം മുഴുവൻ ആളുകളുമായി എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അതിനകത്തൊരു വലിയ മാറ്റം ഉണ്ടായില്ല. അപ്പോൾ കൂടുതലായി ആളുകൾ വലിയ തോതിൽ നമ്മളോടുള്ള ഒരു സ്നേഹവും അടുപ്പമൊക്കെ കാണിക്കുന്നൊരു സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് അങ്ങനെ രാഷ്ട്രീയമോ മറ്റ് നിലപാടുകൾക്കോ അപ്പുറത്താണ് ആളുകൾ നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹവും അടുപ്പവും ഉണ്ടായിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും വളരെ വ്യക്തവുമായിരുന്നു. അത് നൽകുന്നൊരു ആത്മവിശ്വാസം വളരെ വലുതാണ്. അതിൽ കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് എന്തായിരുന്നോ ആളുകളുമായി ഉണ്ടായിരുന്ന ആളുകളുടെ ഇടയിലുണ്ടായിരുന്ന അന്നത്തെ ആവേശവും അന്നത്തെ സമീപനവും അതിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ലാത്ത അവരിലൊരാൾ ഇടുക്കിയിൽ നിന്ന് വീണ്ടും MP ആകണം എന്ന അവരുടെ ഒരു പൊതുവികാരം അത് വല്ലാതെ ആളുകളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഇടുക്കിയിൽ നമ്മളിലൊരാൾ ജനപ്രതിനിധിയായി ഉണ്ടായ മാറ്റം അത് ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇടുക്കിക്കാരിലൊരാൾ ഇടുക്കി പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തെയാകെ ഒരുപോലെ കാണാൻ പറ്റുന്ന ഒരാൾ, അവർക്കൊപ്പം നിൽക്കുന്ന ഒരാൾ MP ആകണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വേറെ ചോയ്സ് ഇല്ല. അവരുടെ ചോയ്സ് ജോയ്സ് ആണ്. എല്ലാ ആശംസകളും. താങ്ക് യു. കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിക്കൊണ്ടാണ് അഡ്വക്കേറ്റ് ജോസ് ജോർജ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് ദിലീപ് ഗോപിക്കൊപ്പം സമീർ വഴങ്ങോട്. പീപ്പിൾ വാർത്തയ്ക്ക് മറുപടി പറയാതെ ചിദാനന്ദപുരിയുടെ വക്കീൽ നോട്ടീസ്. സ്വത്ത് തട്ടിയെടുക്കാൻ ചിദാനന്ദപുരിയുടെ ഗുണ്ടകൾ സ്ത്രീകളെ ആക്രമിച്ചത് പുറത്തുവിട്ടത് പീപ്പിൾ. ആശ്രമം RSS ക്രിമിനലുകളുടെ ഒളിത്താവളമെന്ന വാർത്തയും പീപ്പിൾ പുറത്തുവിട്ടു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ നൽകിയത്. എന്നാൽ ഈ വാർത്തകളൊന്നും നിഷേധിക്കാൻ ഇതുവരെ ചിദാനന്ദപുരി തയ്യാറായിട്ടില്ല. ആശ്രമത്തിലെത്തിയ വാർത്താ സംഘത്തെ തടഞ്ഞു എന്നത് മാത്രമാണ് ചിദാനന്ദപുരി നിഷേധിക്കുന്നത്. സത്യൻ എന്ന ചിദാനന്ദപുരിക്കെതിരായ വാർത്തകൾ ആധികാരികമായ തെളിവുകൾ സഹിതമാണ് പീപ്പിൾ TV പുറത്തു കൊണ്ടുവന്നത്. ചിദാനന്ദപുരിയുടെ കൊളത്തൂരിലെ ആശ്രമം RSS ക്രിമിനലുകളുടെ ഒളിത്താവളമാണെന്ന വാർത്തയാണ് ആദ്യം പുറത്തുവിട്ടത്. കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വത്ത് തട്ടിയെടുക്കുന്നതിനായി ചിദാനന്ദപുരിയുടെ ഗുണ്ടകൾ സ്ത്രീകളെ ആക്രമിച്ച വാർത്ത പിന്നീട് പുറത്തുവിട്ടു.
അക്രമത്തിനിരയായ ഷീബയുടെ വെളിപ്പെടുത്തലാണ് പീപ്പിൾ പുറത്തു കൊണ്ടുവന്നത്. ഈ കേസിൽ ചിദാനന്ദപുരിക്കെതിരായ പോലീസ് റിപ്പോർട്ടും പീപ്പിൾ പുറത്തുവിട്ടു. എന്നാൽ ഈ വാർത്തകളൊന്നും നിഷേധിക്കാതെയാണ് ചിദാനന്ദപുരി പീപ്പിൾ ടിവിക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആശ്രമത്തിന്റെ ദൃശ്യം പകർത്താനെത്തിയവരെ തടഞ്ഞു എന്ന പരാമർശം ശരിയല്ല എന്ന് മാത്രമാണ് ആശ്രമത്തിന്റെ പേരിൽ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ചിദാനന്ദപുരിക്കെതിരായി പീപ്പിൾ ടിവി പുറത്തുവിട്ട സുപ്രധാനമായ വാർത്തകളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ വാർത്തകൾ നിഷേധിക്കാൻ ചിദാനന്ദപുരി തയ്യാറുണ്ടോ എന്നാണ് അദ്ദേഹത്തോട് ഞങ്ങൾക്കുള്ള ചോദ്യം. PV കുട്ടൻ, കോഴിക്കോട്. പ്രചരണ ദിവസത്തിലും സജീവമായി പി രാജീവ്. കളമശ്ശേരിയിലെ വീടിനടുത്ത പ്രദേശങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടാണ് രാജീവ് വോട്ട് അഭ്യർത്ഥിച്ചത്. മികച്ച വിജയപ്രതീക്ഷയാണ് തനിക്കുള്ളതെന്നും എറണാകുളത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നും പി രാജീവ് പറഞ്ഞു. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പി രാജീവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. നിശബ്ദ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ എത്രമാത്രം പ്രതീക്ഷാ നിർഭരമാണ് ഇടത് ക്യാമ്പ് എന്ന് അദ്ദേഹം നമ്മോട് വിശദീകരിക്കും. ഇപ്പോൾ നിശബ്ദ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുക. എങ്ങനെയുണ്ട് ഇന്നത്തെ പ്രചരണം? എങ്ങനെയായിരുന്നു? ആരെയൊക്കെ കണ്ടു? ഒന്ന് ചുരുക്കിയ വാക്കുകളിൽ. ഇന്ന് പ്രധാനമായിട്ടും വ്യക്തികളെയാണ്. രാവിലെ തന്നെ എനിക്ക് അടുപ്പമുള്ള ചില കോൺവെന്റുകൾ സന്ദർശിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഞാൻ താമസിക്കുന്നതിന് ചുറ്റുവട്ടത്തുള്ള വീടുകൾ സന്ദർശിച്ചിരുന്നു. മോഹൻലാലിനെ ഇന്ന് കാണുകയുണ്ടായി. അപ്പോൾ അതുപോലെ വ്യക്തികൾ, സ്ഥാപനങ്ങൾ നേരത്തെ ഓടിയെത്താൻ പറ്റാത്തിടങ്ങളിലേക്ക് കൂടി എത്താനുള്ള ശ്രമമാണുള്ളത്. പരമാവധി വോട്ടർമാരിലേക്ക് എത്താനാണ് ക്യാമ്പയിൻ ഉടനീളം ശ്രമിച്ചുകൊണ്ടിരുന്നത്. നല്ലൊരു പങ്കാളികളെ നേരിക്കാണാനും കഴിഞ്ഞിട്ടുണ്ട്. നല്ല ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രതികരണമാണ് പൊതുവെ എല്ലാ വിഭാഗം വോട്ടർമാരും ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആളായിട്ടല്ല, പൊതുവെ എല്ലാവർക്കും ഒപ്പം പോകുന്ന ഒരാൾ, അവർക്കൊപ്പം ഇന്നലകളിലെല്ലാം ഉണ്ടായിരുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത്. നല്ല സ്നേഹം നിറഞ്ഞ പ്രതികരണമാണ് എല്ലാ മേഖലയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിനപ്പുറമായി ഒരു വ്യക്തിബന്ധം സൂക്ഷിക്കുന്ന ഒരു നേതാവാണ് താങ്കൾ. അത് രാഷ്ട്രീയ എതിരാളികളെ സംഭവിക്കും. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അതോ പൊളിറ്റിക്കൽ ഡിവിഷനാണോ എറണാകുളത്ത് സംഭവിക്കാൻ പോകുന്നത്? രാഷ്ട്രീയമായ നിലപാടുകളുണ്ട്. പക്ഷേ ഇപ്പോൾ ദേശീയ തലത്തിൽ എന്തായാലും ഒരു പുതിയ സംവിധാനം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. എറണാകുളത്തിന് നല്ല വികസനം ഉണ്ടാകണം എന്ന് കരുതുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാൾ, ഈ പാർലമെന്റിനകത്ത് അനുഭവ സമ്പത്ത് മാത്രമല്ല, കഴിഞ്ഞ ഒരു 3 ദശകമായി ഈ ജില്ലയ്ക്കകത്ത്, ഈ മണ്ഡലത്തിനുള്ളിലുള്ള മുഴുവൻ ജനങ്ങളുമായി ഒപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിലുള്ള ഒരു അടുപ്പം എല്ലാവരുമായിട്ടുണ്ട്. അതിപ്പോൾ വിവിധ മതവിഭാഗങ്ങളായിരിക്കാം, സന്നദ്ധ സംഘടനകളായിരിക്കാം, സാമൂഹ്യ പ്രസ്ഥാനങ്ങളാകാം, സാംസ്കാരിക സംഘടനകളാകാം, ഇവയുമെല്ലാമായി ഇഴുകിച്ചേർന്നുകൊണ്ടാണ് ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിലെല്ലാം ജനങ്ങളൊപ്പം നിന്നിട്ടുണ്ട്. അതാണ് കരുത്ത് നൽകുന്ന ഒരു ഘടകമെന്നുള്ളത്. അതേ പ്രതിഫലനം തന്നെ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും കാണുകയുണ്ട്. ഇന്നലത്തെ കലാശക്കൊട്ട് വരെ അങ്ങേറ്റം ആവേശം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. നന്നായി തന്നെയാണ് ജനങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത്. അത് തെരഞ്ഞെടുപ്പിൽ വിധിയിൽ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്. വളരെ നന്ദി. എല്ലാ വിജയാശംസകളും നേരുന്നു. ഏതായാലും ഇടത് ക്യാമ്പ് എറണാകുളത്ത് വലിയ പ്രതീക്ഷയിലാണ്. ഇടത് സ്ഥാനാർത്ഥി പി രാജീവിന്റെ വാക്കുകളിൽ നിന്നും ആ പ്രതീക്ഷ വളരെ പ്രകടവുമാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ സജീവിനൊപ്പം സാലി മുഹമ്മദ്. കല്ലട ബസ്സിലെ യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ 2 ജീവനക്കാർ അറസ്റ്റിൽ. മറ്റൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബസ് പോലീസ് പിടിച്ചെടുത്തു. ബസിന്റെ പെർമിറ്റും റദ്ദാക്കി. ഇതിനിടെ കല്ലട ട്രാവൽസിന്റെ മാനേജറെയും പോലീസ് ചോദ്യം ചെയ്തു. ബസ് ഉടമ കല്ലട സുരേഷിനോടും അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് അയച്ചു. ചാലക്കുടി മണ്ഡലത്തിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റ് മണ്ഡലത്തിലെ വിവിധ കോൺവെന്റുകളിലും സ്ഥാപനങ്ങളിലും എത്തിയാണ് നിശബ്ദ പ്രചരണ ദിവസമായി ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ചത്. മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി. ചാലക്കുടിയിൽ നിന്നും സിബി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചാലക്കുടിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റും ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിലാണ്. ഇന്നലെ വലിയ ആവേശപൂർവമായ ഒരു കുട്ടിക്കലാശം നടന്നിരിക്കുന്നത്. ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിലാണ്. എത്രത്തോളം ആത്മവിശ്വാസത്തിലും ശുഭപ്രതീക്ഷയിലുമാണ് ഇപ്പോൾ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിൽ? അതായത് എലക്ഷന് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും ജയിക്കുമെന്ന് തന്നെയാണ് മനസ്സിലുണ്ടാവുക. അത് എനിക്കും ഉണ്ട്. പിന്നെ ഈ പ്രാവശ്യം എൻ്റെ വികസനത്തിനുള്ള വോട്ടാണ് എനിക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നത്. ഞാൻ ചെയ്തിട്ടുള്ള വികസനം, അപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു ഫാക്ടറി പോയപ്പോൾ അവർ പറയണത് നിങ്ങൾ തന്ന വെളിച്ചം കണ്ടാണ് ഞങ്ങൾ സന്തോഷമാവുന്നത്. ആ നിങ്ങളെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമെന്നാണ് അയാളും അയാളുടെ ജോലിക്കാരായിട്ടുള്ള സ്ത്രീകളും പറയുന്നത്. 132 ഹൈമാസ് ലൈറ്റാണ്, 7 മണ്ഡലമാണ്. 132 ഭാഗിച്ചാൽ ഒരു സ്ഥലത്ത് എത്ര ഹൈമാസ് ലൈറ്റ് ഉണ്ടെന്ന് ആലോചിക്കണം. അപ്പോൾ അതൊക്കെ, അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റൽ, ആദ്യം നമ്മൾ ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരെ കുടിവെള്ളം, അതൊക്കെ നമ്മൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. റോഡുകൾ,
അപ്പോൾ തീർച്ചയായിട്ടും ആളുകളൊക്കെ നമുക്ക് നമ്മുടെ വികസനം, ആ വികസനം കണ്ട് തന്നെ നമുക്ക് വോട്ട് ചെയ്യുന്നതാണ്. അന്നൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ഞാൻ വരുമ്പോൾ. കഴിഞ്ഞ തവണ ഒരു നടൻ ഇന്നസെന്റ് എന്ന നിലയിലാണ് കഴിഞ്ഞ തവണ ഈ മണ്ഡലത്തെ പ്രതികരിച്ചത്. ഇന്നിപ്പോൾ നടൻ എന്ന് പറയും സഹാവ് ഇന്നസെന്റ് എന്ന നിലയിൽ നിൽക്കുന്നു. അപ്പോൾ എങ്ങനെ നടനിൽ നിന്ന് സഹാവിലേക്ക് മാറിയപ്പോൾ ഈ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ ജനങ്ങൾക്കൊരു ഭ്രാന്ത് പോലെയാണ്. പാർട്ടി നമ്മുടെ ആളാണ്, ഇയാൾ പാർട്ടിയുടെ ആളാണ്. അന്ന് അങ്ങനെയല്ല, അവർ വോട്ട് കുത്തുമ്പോൾ അവരുടെ ഉള്ളിൽ സ്വതന്ത്രനെ തന്നെ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ഇന്നങ്ങനെ ഇവൻ നമ്മുടെ ആള് അങ്ങനെ ഉറക്ക അമർത്തിയിട്ട് ചീത്തയാവുന്ന പേടിയിട്ട് ഈ ആവേശം കൂടിയിട്ട് അത്രയും ആവേശം അവർക്കുണ്ട്. ഈ മണ്ഡലത്തിൽ 1750 കോടിയുടെ വികസന പ്രവർത്തനം, പ്രത്യേകിച്ച് MP ഫണ്ട് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയ MP എന്ന നിലയിലാണ് അങ്ങ് വീണ്ടും വോട്ടർമാരെ കാണുന്നത്. എന്നാൽ UDF പറയുന്നു ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണം പറയുന്നത്. എന്താണ് കാരണത്തിലൊന്നും വേറൊന്നും പറയാനില്ല. ഇപ്പം ഞാൻ അതിൽ നിന്ന് കാശ് കെട്ടുമെന്ന് പറയണില്ല അവർ. അത് അവരുടെ മര്യാദ കൊണ്ടല്ല, ഇല്ല, അത് അവർക്കറിയാം. ഞാൻ ഇതിനേക്കാളും മുമ്പ് ഒരു സംഘടന കൊണ്ടു നടന്ന ആളാണ്, 18 വർഷം കൊണ്ടു നടന്നത്. അവിടെ പോയി അന്വേഷിക്കുക എന്നെ പറ്റിയിട്ട്. സിനിമ അവിടെയൊക്കെ നമ്മൾ ആൺകുട്ടിയായിട്ട് നിൽക്കുകയും അവിടെ കോടികൾ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഏതെങ്കിലും അവിടെയുള്ള ഒരാളെ കൊണ്ട് അവർക്ക് പറയിപ്പിക്കാൻ പറ്റില്ല ഇന്നസെൻ്റ് അവിടെ നിന്ന് കാശ് അടിച്ചു എന്നുള്ളത്. അതൊന്നും എൻ്റെ പുസ്തകത്തിൽ ഇല്ല. എന്തായാലും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. തീർച്ചയായും ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഈ ഇന്നസെന്റും ഇപ്പോൾ നിശബ്ദ പ്രചാരണത്തിലാണ്. വലിയ ആവേശത്തോടെ തന്നെയാണ് അത് എല്ലാവരും എതിരേൽക്കുന്നത്. അവസാന വോട്ടുകൾ പോലും പെറുക്കിയെടുത്തു, അല്ലെങ്കിൽ അവസാനത്തെ വോട്ടർമാരെ പോലും കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള തിരക്കിൽ തന്നെയാണ് ചാലക്കുടിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റ്. തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസും ഏറെ ആത്മവിശ്വാസത്തിലാണ്. അവസാന ലാപ്പിൽ വോട്ടർമാരെ നേരിൽ കണ്ട് രാജാജി മാത്യു തോമസും വോട്ട് അഭ്യർത്ഥിച്ചു. വാശിയേറിയ മത്സരത്തിൽ വിജയം തനിക്കൊപ്പമായിരിക്കുമെന്ന് അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഏറ്റവും അവസാന മണിക്കൂറിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ LDF സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേരുകയാണ്. സഹാവേ, ഏറ്റവും അവസാന മണിക്കൂറുകളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ പ്രചാരണം പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് രീതിയിലാണ് അവസാനഘട്ട പ്രതികരണം? അവസാനഘട്ടം ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ്. ഇപ്പോൾ ഈ കോളനിയിൽ വന്നിട്ട് തന്നെ അവർ വളരെ ക്ഷമാപൂർവ്വം കാത്തു നിൽക്കുകയാണ്. അവർ അത്ര നേരം കാത്തു നിൽക്കണം, മറ്റെല്ലാ പണിയും ഉപേക്ഷിച്ച് കാത്തു നിൽക്കണമെങ്കിൽ അവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിട്ടാണല്ലോ അവർ നിൽക്കുന്നത്. ആ കമ്മിറ്റ്മെൻറ്റ് നമുക്ക് വ്യാപകമായിട്ട് ദൃശ്യമാണ് മണ്ഡലത്തിലുടനീളം. ഒരു മാസമല്ല, 45 ദിവസം പിന്നിട്ടു. ഇന്ന് 46ാമത്തെ ദിവസമാണ്. അപ്പോൾ അതിൽ ഉടനീളം നല്ല പ്രതികരണമാണ് ലഭിച്ചത്. ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് ലഭിച്ചത്. നല്ല നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടാണ് വോട്ടർമാർ തെരഞ്ഞെടുപ്പിൽ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്നത്. അപ്പോൾ വിജയം ഉറപ്പാക്കുന്ന സുനിശ്ചിതമാക്കിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ MPയുടെ വികസന പ്രവർത്തനം എടുത്തു പറയേണ്ട ഒന്നാണ്. അപ്പോൾ ഓരോ വ്യക്തിയിലേക്ക് എത്തുന്ന വികസന പ്രവർത്തനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒന്നല്ലേ? അല്ല, ഇത് MPയുടെ പ്രവർത്തനം മാത്രമല്ല, MPയുടെ പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ ഈ 7 നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLAമാരാണ് ഭരിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്തുകൾ ഏതാണ്ട് സമ്പൂർണ്ണമായിട്ട്, ചെറിയൊരു ശതമാനം ഒഴിച്ച് സമ്പൂർണ്ണമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതികളാണ് നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ആ അനുകൂല ഘടകങ്ങളെല്ലാം നമുക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു പ്രതിഫലനം തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഉണ്ടാവും. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ്. നിശബ്ദ പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട MP രാജേഷ് വോട്ട് അഭ്യർത്ഥിച്ചു. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളും അവസാനിക്കാൻ പോവുകയാണ്. ഈ അവസാന നിമിഷത്തിലും മണ്ഡലത്തിലെ വിവിധ മേഖലകളിലെത്തി പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ് വോട്ടർമാരെ നേരിട്ട് കണ്ടിരുന്നു. ഇന്ന് അവസാന മണിക്കൂറുകളാണ്. ഏതൊക്കെ മേഖലകളിലെത്തിയാണ് ഇന്ന് വോട്ടർമാരെ കണ്ടത്? എന്തൊക്കെയായിരുന്നു ഇന്നത്തെ പ്രത്യേക പരിപാടികൾ? രാവിലെ ഒരു പിരിവുശാലയിൽ, ചന്ദ്രനഗർ പിരിവുശാലയിലുള്ള ഒരു കന്യാസ്ത്രീ മഠത്തിൽ നിന്നാണ് അവിടുത്തെ വോട്ടർമാരെ കണ്ടുകൊണ്ടാണ് ആരംഭിച്ചത്. അത് കഴിഞ്ഞ് മണ്ണാർക്കാട് മണ്ഡലത്തിലെ എടത്തനാട്ടുകര, അലനല്ലൂർ, മണ്ണാർക്കാട് ടൗൺ, തെങ്കര ഇത്രയും പ്രദേശങ്ങളിൽ പോയി വോട്ടർമാരെ കാണുകയുണ്ടായി. അതിനുശേഷം വീണ്ടും മലമ്പുഴ മണ്ഡലത്തിൽ വന്നു. വ്യവസായ മേഖലയിലെ ഒട്ടേറെ സ്ഥാപനങ്ങളിൽ ചെന്ന് അവിടുത്തെ തൊഴിലാളികളെ ആയിട്ടുള്ള വോട്ടർമാരെ കണ്ടു. ഇപ്പോൾ അതിനുശേഷം മലമ്പുഴ പഞ്ചായത്തിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്.
ഇന്നലെ പരസ്യപ്രചരണം അവസാനിക്കുമ്പോഴൊക്കെ വലിയൊരു ആവേശമാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ കണ്ടത്. എത്രത്തോളമാണ് പ്രതീക്ഷകൾ? ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ വികസനം ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ അവസാന നിമിഷം വോട്ടർമാർ തീരുമാനമെടുക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. ഈ സമയത്തുള്ള പ്രതീക്ഷകൾ എത്രത്തോളമാണ്? യഥാർത്ഥത്തിൽ വോട്ടർമാർ തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കും ഇതിനകം തന്നെ. ഇന്നലെ പാലക്കാട്ട് കണ്ടത് ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ജനപ്രവാഹമാണ്. എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ടാണ് കൊട്ടിക്കലാശത്തിന് ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്നു ചേർന്നത്. അത് സ്വാഭാവികമായിട്ട് തന്നെ LDFനുള്ളൊരു മേൽക്കൈയെ, LDFന് അനുകൂലമായി ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റത്തെ ആണ് അത് കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും റിസൾട്ടിലും ഫലത്തിലും ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ തന്നെ തിളക്കമാർന്ന ഒരു ഉജ്ജ്വലമായ വിജയം LDFന് പാലക്കാട്ട് ആവർത്തിക്കാനാവും. വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്തു. അതുപോലെ തന്നെ 10 വർഷമായി പാലക്കാടുള്ള MP ആണ്. ഈ അവസാന നിമിഷത്തിൽ ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പാലക്കാട് അവസാന നിമിഷത്തിൽ പാലക്കാട് വോട്ടർമാരോട് എന്താണ് പറയേണ്ടത്? പാലക്കാട്ട് വോട്ടർമാരോട് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷം അവരേൽപ്പിച്ച ചുമതല എങ്ങനെയാണോ സത്യസന്ധമായും ഉത്തരവാദിത്വത്തോടെയും നിർവഹിച്ചത്, അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിർവഹിക്കാനുള്ള കഠിന പരിശ്രമം തുറന്നു നടത്തും. എല്ലാവിധ ആശംസകളും. അവസാന നിമിഷത്തിലും വളരെ സജീവമായി വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ് പാലക്കാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ്. പാലക്കാട് ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ കോട്ടയാണ്. ആ കോട്ടയിൽ ഒരിക്കൽ കൂടി വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് MP രാജേഷ് വെച്ചു പുലർത്തുന്നത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. കഴിഞ്ഞ ദിവസം ആലത്തൂരിൽ UDF നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ KD പ്രസന്നൻ MLA ഉൾപ്പെടെയുള്ളവരെ LDF സ്ഥാനാർത്ഥി PK ബിജു ആശുപത്രിയിൽ സന്ദർശിച്ചു. രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് UDF ഇത്തരം ആക്രമണങ്ങളും വ്യാജ പ്രചരണങ്ങളും നടത്തുന്നത്. ആലത്തൂരിലെ ജനങ്ങൾ ഇതെല്ലാം തള്ളിക്കളയുമെന്നും ഇടതുപക്ഷത്തിന് മികച്ച വിജയം നൽകുമെന്നും PK ബിജു പറഞ്ഞു. നിശബ്ദ പ്രചരണ സമയത്തും നിരവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലായിരുന്നു PK ബിജു. നിശബ്ദ പ്രചാരണത്തിന് മണിക്കൂറുകളാണ്. ആലത്തൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി PK ബിജു കഴിഞ്ഞ ദിവസം ആലത്തൂരിൽ UDF ആക്രമണത്തിൽ പരിക്കേറ്റ KD പ്രസന്നൻ MLA ഉൾപ്പെടെയുള്ളവരെ കാണാൻ ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. ആലത്തൂരിൽ ആദ്യഘട്ടം മുതൽ UDF പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തിയിരുന്നു. അതിനു പുറമെ ഇന്നലെ ആലത്തൂരിൽ വലിയ രീതിയിൽ കല്ലേർ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ നടത്തി. പിന്നീട് അത് CPM ആണ് ആക്രമണം നടത്തിയതെന്ന രീതിയിൽ പ്രചാരണം നടത്തുന്നു. എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ അക്രമം വ്യാപകമായി നടത്താൻ UDF നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വന്നത് വ്യക്തമാണ്. കാരണം ഒരു സ്ഥലത്ത് മാത്രമല്ല അക്രമം ഉണ്ടായിട്ടുള്ളത്. ഈ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അക്രമം നടന്നു എന്നത്, അതും പല സ്ഥലങ്ങളിലും പ്രാദേശികമായുള്ളവരല്ല, പുറത്തു നിന്നുള്ള ആളുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അക്രമം നടത്തിയത്. ഇത് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാൻ ബോധപൂർവം തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് നടത്തിയ അക്രമമാണ്. ആലത്തൂർ പോലുള്ളൊരു സ്ഥലത്ത് ഇതിനു മുമ്പ് ഒരു കാലത്തും ഇതേപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് അക്രമം ഉണ്ടാക്കാൻ ആരും തയ്യാറായിട്ടില്ല. ആലത്തൂരിലെ ജനങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ KD പ്രസന്നനെയും മേലാർകോട് പഞ്ചായത്ത് പ്രസിഡന്റ് മായേട്ടനെയും എല്ലാം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഈ പ്രദേശത്തെ ഒരാൾക്കും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. അപ്പം UDF വളരെ ബോധപൂർവം ഇത്തരം ആക്രമം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. അവരുടെ പ്രചരണമെല്ലാം പാളി. തോൽവി പൂർണ്ണമായും സംഭവിക്കുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് സഹതാപ തരംഗത്തിൻ്റെ എന്തെങ്കിലും കണിക ലഭിക്കുമെന്നറിയാനാണ് ഇത്തരം അക്രമം സംഘടിപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചിറ്റൂരിൽ നിന്നും രാവിലെ ആരംഭിച്ച റോഡ് ഷോ വൈകുന്നേരം 6 മണിക്ക് കുന്നംകുളത്ത് സമാപിക്കാനാണ് ഞങ്ങൾ വെച്ചിരുന്നത്. എന്നാൽ കുന്നംകുളം ടൗണിലേക്ക് കടത്താതിരിക്കാൻ പന്നിത്തലത്ത് UDF റോഡ് ഉപരോധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാക്കാൻ അവർ പ്ലാൻ ഇട്ടിരുന്നു. ഇത് ആസൂത്രിതമായൊരു സംഘർഷ അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കാനാണ് UDF ശ്രമിച്ചത്. എന്നാൽ ഇത് നേരത്തെ മനസ്സിലാക്കിയതുകൊണ്ട് പോലീസിനെയും എല്ലാം ഉപയോഗപ്പെടുത്തി ഞങ്ങളുടെ വാഹന വ്യൂഹം കടന്നു പോകാനും അതുപോലെ അതിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള പ്രവർത്തകരെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാനും കഴിഞ്ഞതുകൊണ്ടാണ് വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാവാതിരുന്നത്. ഇത് കാണിക്കുന്നത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുടനീളം രാഷ്ട്രീയ ചർച്ച UDF ഭയപ്പെടുകയാണ്. ആദ്യം വിവാദങ്ങളുണ്ടാക്കിയ ആ വിവാദങ്ങളിൽ ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം കോൺഗ്രസിന് ഉപയോഗപ്പെടുത്താനാണ് ശ്രമിച്ചതെങ്കിൽ ഇന്ന് അക്രമത്തിലൂടെ ഉള്ളൊരു പ്രചരണം UDFന് വിവിധ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ഏറ്റെടുപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും പക്ഷേ ആലത്തൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ UDFന് വേണ്ട. UDF അക്രമം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്.
ജനാധിപത്യത്തിൽ രാഷ്ട്രീയം പറഞ്ഞാണ് വോട്ട് നേടേണ്ടത്, അക്രമം നടത്തിയല്ല. ഈ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് അടക്കം പുറത്തുവിട്ടിരുന്നു. ജനങ്ങൾ, ആലത്തൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഇത് തള്ളിക്കളയുമെന്നാണോ പറഞ്ഞത്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ അക്രമം വാർത്താമാധ്യമങ്ങൾ ദൃശ്യങ്ങൾ സഹിതം പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ പറഞ്ഞത് കൃത്യമായും ശരിവെക്കുന്ന വിധത്തിലുള്ള ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ കോൺഗ്രസ് നടത്തിയിട്ടുള്ള നാടകം മനസ്സിലാക്കി UDFനെ ഈ തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ഒരു പ്രചരണവും ജനങ്ങളുടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ UDFന് കഴിയുന്നതല്ല. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. ഇന്ന് എവിടെയെങ്കിലും നേരിട്ട് വോട്ടർമാരെ കാണുകയോ അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ടോ? ഇന്ന് പ്രധാനപ്പെട്ട ചില വ്യക്തികളെ രാവിലെ മുതൽ ഫോണിൽ വിളിച്ച് അവരോട് ഒരിക്കൽ കൂടി വോട്ട് അഭ്യർത്ഥന പുതുക്കുകയും മറ്റുള്ള ആളുകളുടെ സഹായം ചെയ്യുന്നതിന് വേണ്ടി അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാന ചില വ്യക്തികളുടെ വീടുകളിൽ പോകണം, ചില മരിച്ച വീടുകളുണ്ട്, അവിടെ സന്ദർശനം നടത്തണം. അതാണ് ഇന്ന് പരിപാടി ഇട്ടിരിക്കുന്നത്. UDFന്റെ വ്യാജ പ്രചരണങ്ങൾ ആലത്തൂരിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി PK ബിജു പറയുന്നത്. അതോടൊപ്പം തന്നെ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിൽ നേരിട്ട് ചില മേഖലകളിലെത്തി വോട്ടർമാരെ കാണുന്നുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആലത്തൂരിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. പൊന്നാനിയിൽ LDF വലിയ വിജയം നേടുമെന്ന് സ്ഥാനാർത്ഥി PV അൻവർ. വികസനത്തിനും വർഗീയതയ്ക്കുമെതിരെ വോട്ട് നേടിയ LDFനെ പൊന്നാനിയിൽ തിരിച്ചറിയുമെന്നും PV അൻവർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. 1.5 മാസത്തെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷം സ്ഥാനാർത്ഥികളെല്ലാം അവരുടെ അവസാന വോട്ടറെയും നേരിൽ കാണാനോ അല്ലെങ്കിൽ അവരുടെ വോട്ടുറപ്പിക്കാനോ ഉള്ള ഒരു ശ്രമത്തിലാണ്. സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇന്ന് പരമാവധി വോട്ടർമാരെ, വിട്ടുപോയ വോട്ടർമാരെ ഫോണിൽ വിളിച്ചും മറ്റും ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും സ്വാഭാവികമായും വോട്ട് തേടുക. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ പൊന്നാനിയിലെ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പുത്തൻവീട്ടിൽ ചേരുന്നുണ്ട്. കഴിഞ്ഞ 1.5 മാസമായി പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുകയാണ്. പ്രചരണമായിട്ട് പൂർത്തിയായി കഴിഞ്ഞു. എന്താണ് പൊന്നാനിയുടെ മനസ്സ്? പൊന്നാനിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിക്കും. അതുതന്നെയാണ് പൊന്നാനിയുടെ മനസ്സ്. പൊന്നാനി ആകെ മാറിയിരിക്കുകയാണ്. പൊന്നാനിയിലെ ജനം ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പൊന്നാനി എത്തിക്കഴിഞ്ഞു. കേരളത്തിൽ യഥാർത്ഥത്തിൽ 20 മണ്ഡലങ്ങളിൽ 19 മണ്ഡലത്തിലും ഇടതുപക്ഷവും വലതുപക്ഷവും നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇവിടെയും അങ്ങനെ ആയിരുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ 1-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പിന്തുണക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയി. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ജനങ്ങളും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും തമ്മിലാണ്. ഈവൻ മുസ്ലിം ലീഗിൻ്റെ അണികളിൽ പോലും വലിയൊരു വിഭാഗം ഇടതുപക്ഷം ഉയർത്തിയ ഈ വികസന മുദ്രാവാക്യം ഏറ്റെടുത്തിരിക്കുകയാണ്. മതേതര മുദ്രാവാക്യം ബഹുജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവരെല്ലാം ഒന്നിച്ച് കേന്ദ്രീകരിച്ച് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു മനസ്സായി നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്ന, പ്രത്യേകിച്ചും മലബാറിലെ UDFൻ്റെ അടിത്തറ ഇളകുന്ന രാഷ്ട്രീയത്തിലേക്ക് പൊന്നാനിയിലെ രാഷ്ട്രീയം മാറും. അതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥാനാർത്ഥി എന്ന നിലക്ക് എനിക്ക് മനസ്സിലായതും ഞാൻ മനസ്സിലാക്കിയതും. വികസന രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ച ചെയ്തു, ഒപ്പം വർഗീയതയും വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്തു. ഏതിനാണ് ഒരു മുൻതൂക്കം കിട്ടിയതെന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ ഏശിയത് ഏതായിരിക്കുമെന്നാണ് താങ്കൾ തോന്നുന്നത്? രണ്ടും ഒരുപോലെയാണ്. പൊന്നാനിക്കാരെ സംബന്ധിച്ച് രണ്ടും വലിയ വിഷയങ്ങളാണ്. 42 വർഷം മതം പറഞ്ഞ് വോട്ട് വാങ്ങിയ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന തിരിച്ചറിവ് ജനങ്ങളിലുണ്ടായിട്ടുണ്ട്. എനിക്ക് 3 വർഷത്തെ ഇടതുപക്ഷ സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നിലമ്പൂരിൽ ഞാൻ നടപ്പിലാക്കിയ ഏകദേശം 500 കോടിയിൽ പരം രൂപയുടെ ഡെവലപ്മെൻറ്റ്സിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൊടുക്കാൻ കഴിയും. അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇത് രണ്ടും അവർ സെർച്ച് ചെയ്യുകയാണ്. സ്വാഭാവികമായും വികസനം ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന യുവജന സമൂഹത്തിൻ്റെ 95% വോട്ട് പോൾ ചെയ്യപ്പെടുന്നതിൻ്റെ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾ പുതുതായിട്ടുണ്ട്. അതിൽ 95% വോട്ട് ഈ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടും എന്നത് ഉറപ്പാണ്. താങ്കൾ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു, MLA സ്ഥാനം രാജിവെക്കുന്നു എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണം, പ്രത്യേകിച്ച് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് UDF ക്യാമ്പാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം എന്താണ് പറയുന്നത്? ഞാൻ രാജിവെക്കും, ഒരു തർക്കമില്ല കാര്യത്തിൽ. ഞാൻ മെയ് 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ PV അൻവറിനെ പൊന്നാനിയിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കും. എനിക്ക് പാർലമെൻറ്റ് സ്ഥാനം MLA സ്ഥാനം ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ അവസാനമായി എടുക്കുന്നത് പാർലമെൻറ്റ് കാൻഡിഡേറ്റ് എന്ന നിലക്കാണ് ജനങ്ങളോട് വോട്ട് ചെയ്യിക്കുന്നത്. സ്വാഭാവികമായും രാജിവെക്കേണ്ടി വരും. ആ കാര്യം അത്രയും ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പറഞ്ഞത്. PV അൻവർ MLA സ്ഥാനം രാജിവെക്കുകയും ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ പാർലമെൻറ്റിൽ MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യാൻ യാതൊരു തർക്കവുമില്ല.
നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ മലപ്പുറം മണ്ഡലത്തിലെ പ്രമുഖരെയും വിവിധ സംഘടനകളുടെ നേതാക്കളെയും സന്ദർശിച്ച് വോട്ടുറപ്പിച്ച് LDF സ്ഥാനാർത്ഥി VP സാനു. പരസ്യപ്രചരണത്തിലെയും കലാശക്കൊട്ടിലെയും മേൽക്കൈ അനുകൂലമാവുമെന്ന പ്രതീക്ഷയിലാണ് VP സാനു. പരസ്യപ്രചരണത്തിന്റെ സമയം ഇന്നലെ അവസാനിച്ചു. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. LDF സ്ഥാനാർത്ഥി VP സാനുവാണ് നമ്മോടൊപ്പം. എങ്ങനെയായിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലം നീണ്ട പരസ്യപ്രചരണത്തിന്റെ ഒരു റെസ്പോൺസ്? ഒരു മാസമല്ല, 1.5 മാസം. കാരണം ഇന്ന് 45ാമത്തെ ദിവസമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് 9-ാം തീയതിയാണ്, മാർച്ച്. വളരെ ആവേശം. ഓരോ ദിവസവും തോറും ആളുകളുടെ പിന്തുണ വർദ്ധിക്കുകയും ഓരോ മിനിറ്റിൽ എന്നുള്ള രൂപത്തിലേക്ക് പിന്തുണ വർദ്ധിക്കുന്ന സ്ഥിതിയിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തി. കലാശക്കൊട്ടിലും ഏറ്റവും നന്നായി ഈ മണ്ഡലത്തിൽ കലാശക്കൊട്ടിൽ അതിൻ്റെ ഒരു പ്രകടനപരമായിട്ടുള്ള എല്ലാം കാണിച്ചത് ഇടതുപക്ഷമാണ്. ആ നിലയിൽ ഇപ്പോൾ മലപ്പുറത്തുൾപ്പെടെ UDF വലിയ അവർ തന്നെ വലിയ നിരാശരായി പോകുന്ന രൂപത്തിലേക്ക് അവരുടെ കുട്ടിക്കലാശം മാറുകയും ഞങ്ങളുടെ ആവേശം വർദ്ധിക്കുന്ന രൂപത്തിലേക്ക് ഇടതുപക്ഷത്തിൻ്റെ കുട്ടിക്കലാശം മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണം ഇനി വെറും മണിക്കൂർ മാത്രമാണ് ഇതുള്ളത്. എങ്ങനെയാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികൾ? ഇന്ന് ഇതാ ഇവിടെ മങ്കട മണ്ഡലത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ഇനി ഇങ്ങനെ പരമാവധി എല്ലാ മണ്ഡലത്തിലും കുറച്ച് സ്ഥലങ്ങൾ, ചില സ്ഥലങ്ങൾ മാത്രം സെലക്റ്റീവായിട്ടുള്ള സ്ഥലങ്ങൾ, അതായത് നേരത്തെ എത്തിയിട്ടില്ല എന്നുള്ള പ്രയാസമുള്ള അങ്ങനത്തെ പ്രധാനപ്പെട്ട എത്തിച്ചേരേണ്ട ഇടങ്ങൾ, അത്തരം ചില സ്ഥലങ്ങൾ, അവിടെയുള്ള ആളുകളുടെ വീടുകൾ, അത്തരം കുറച്ച് ആളുകളെ പോയി കാണുക എന്നുള്ളതാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ മണ്ഡലത്തിലും എല്ലാ മണ്ഡലത്തിലും എത്തുക എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ കണ്ട ഒരു LDFന്റെ വലിയൊരു ആവേശം, നഗരത്തെ ഇളക്കി മറിച്ചുള്ള, ഒരുപക്ഷെ നേരത്തെ ഒന്നും നമുക്ക് ഇങ്ങനെ ഒരു കലാശക്കൊട്ടൊന്നും മലപ്പുറത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ വലിയൊരു പ്രതീക്ഷ, മലപ്പുറം ചുവന്നു തുടങ്ങുന്നു എന്ന് പറയുന്നത് പോലെ ഒരു വലിയൊരു പ്രതീക്ഷ നമുക്കുണ്ടോ? തീർച്ചയായും മലപ്പുറം ചുവക്കുന്നതിൻ്റെ സൂചനകളാണ് ഇന്നലെ കണ്ടതല്ല. അത്രയും ആവേശത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും. അത് മലപ്പുറം ടൗണിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും അത്തരത്തിലുള്ള വലിയ ആവേശത്തോട് കൂടിയിട്ടാണ് റൂട്ടുകൾ നടത്തിയ സ്ഥലത്തെല്ലാം. ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ നിന്നൊക്കെ റോഡ് ഷോ തുടങ്ങുന്നത് മേലാറ്റൂരിൽ നിന്ന് തുടങ്ങുന്ന 6 മണിക്കാണ്. ആ സമയത്ത് പോലും ആളുകൾ വരുന്ന സ്ഥിതിയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എല്ലാവരും ആവേശത്തിലാണ് എന്നുള്ളത് അത് കൃത്യമായി വോട്ടായി മാറുകയും ചെയ്യും, വിജയിക്കുകയും ചെയ്യും. ഈ പ്രചാരണ സമയത്ത് രാജ്യത്തിന് പുറത്തൊക്കെയുള്ള ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ, പ്രകാശ് രാജിനെ പോലുള്ള പ്രമുഖരെല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ സാനു ജയിക്കേണ്ട ഒരു സാധ്യതയെക്കുറിച്ചും ആവശ്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എത്രമേൽ LDFന് ഇടതുപക്ഷത്തിന് പ്രതീക്ഷയുണ്ട് മലപ്പുറത്ത്? ഈ രാഷ്ട്രീയം കൃത്യമായി ചർച്ച ചെയ്താണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത്. തീർച്ചയായും ആ രാഷ്ട്രീയം പരിപൂർണമായും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. രാജ്യത്ത് കഴിഞ്ഞ 5 വർഷക്കാലം നടന്നിട്ടുള്ള എല്ലാ അനീതികൾക്കും എതിരായിട്ടുള്ള സമരങ്ങളുടെ എല്ലാം മുന്നിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നു. അത് കർഷകരുടേതാവാം, തൊഴിലാളികളുടേതാവാം, വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും സ്ത്രീകളുടെയും മറ്റ് മതന്യൂനപക്ഷങ്ങളുടെയോ ആദിവാസി ദളിതരുടെയോ ഒക്കെ സമരങ്ങൾ നടന്നിട്ടുണ്ട്, വ്യാപാരി വ്യവസായികളുടെയൊക്കെ. എല്ലാ സമരത്തിലും ഉണ്ടായിരുന്ന കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് അത് ഇടതുപക്ഷമായിരുന്നു. അത് വളരെ വ്യക്തമാണ്. അത് പാർലമെൻറ്റിനകത്ത് നോക്കിയാലും കൃത്യമായി ഇടപെട്ടത് ഇടതുപക്ഷമാണ്. ഇന്ത്യയിലെ ഏതെല്ലാം നിയമസഭകളിൽ പ്രാതിനിധ്യമുണ്ടോ അവിടങ്ങളിലെല്ലാം പോരാടിയത് ഇടതുപക്ഷമാണ്. അത് കൃത്യമായി ജനങ്ങൾക്കറിയാം. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ അതും കൃത്യമായി ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അത്തരം വിഷയങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അതെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. തീർച്ചയായും വലിയ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഇടതുപക്ഷത്തിന് VP സാനുവിന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. നിശബ്ദ പ്രചാരണ ദിവസം വോട്ടർമാർക്കിടയിലായിരുന്നു കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥിയെ പ്രദീപ് കുമാർ. മികച്ച വിജയം നേടുമെന്നും 10 വർഷത്തെ വികസന മുരടിപ്പിനുള്ള മറുപടി വോട്ടർമാർ നൽകുമെന്നും അദ്ദേഹം കൈരളി ന്യൂസിനോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രദീപ് കുമാർ നമുക്കൊപ്പം കൈരളി ന്യൂസിനൊപ്പം ഇപ്പോൾ ചേരുന്നു. എങ്ങനെയാണ് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ഒരു പ്രചാരണം ഏത് രീതിയിലാണ്? ഇന്ന് ഞാൻ രാവിലെ ഇവിടെ ഒരു യോഗ ട്രെയിനിങ് നടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളൊന്ന് എൻ്റെ വീടിനടുത്ത് തന്നെയായിരുന്നു, കാണാൻ പോയി, കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ബാലുശ്ശേരിയിലൊരു കുറച്ച് പോകാൻ പറ്റാത്തൊരു ഏരിയ ഉണ്ടായിരുന്നു, അവിടെ ഒന്ന് പോയി ചില ആളുകളെ കണ്ടു, തിരിച്ചു വന്നു. പിന്നെ കുറച്ച് പേരെ നമ്മളെ ചില സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ഫോണിൽ അവരോട് ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി നാളത്തെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനും ഇടപെടാനും മറ്റുള്ളവരോട് സംസാരിക്കാനും പറഞ്ഞു. എല്ലാ ആളുകളെയും ഫോണിൽ പോലും വിളിക്കാൻ നമുക്ക് പറ്റില്ല, അത്രയും എല്ലാവരുടെയും നമ്പർ നമ്മുടെ കയ്യിലില്ല, ഉള്ളത് തന്നെ മുഴുവൻ അത്രയും അധികം നമ്പറുകളുണ്ട്.
3.25 ലക്ഷത്തോളം വീടുകളുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ കാര്യമായിട്ട് അധികം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല, കാരണം മറ്റു സ്ഥലങ്ങളിലാണ് കൂടുതൽ പോയത്. അപ്പോൾ അവിടെയുള്ള ആ കുറവ് നികത്തുന്ന നിലയിൽ മറ്റുള്ള ആളുകൾ പോകുന്നുണ്ട്, എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് അവരൊക്കെ വിളിച്ച് മറ്റുള്ളവരോട് പറയാനൊക്കെ പറഞ്ഞു. അങ്ങനെ പൊതുവെ മണ്ഡലത്തിലുള്ളൊരു വിജയപ്രതീക്ഷ എത്രത്തോളമാണ്? കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് UDFിൻ്റെ കയ്യിലുള്ളൊരു മണ്ഡലം കൂടിയാണ്. ഒരുപാട് വിവാദങ്ങൾ അതിനുശേഷം, സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം UDFിലൊക്കെ തന്നെ MK രാഘവനൊപ്പം ബാധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് താങ്കൾക്ക്? അല്ല, നമുക്ക് തുടക്കം മുതൽ നല്ല വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല നിലയിൽ വിജയം സുനിശ്ചിതം എന്ന് പറയാവുന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ വന്നത്. അതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, രാഷ്ട്രീയമായി തന്നെ ഈ മണ്ഡലം ഞങ്ങൾക്ക് നേരത്തെ LDFന് നല്ല മുൻതൂക്കമുള്ള മണ്ഡലമാണ്. ഗവൺമെൻറ്റിന് അനുകൂലമാണ് ജനങ്ങൾ. LDF ഗവൺമെൻറ്റിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ വഴിയാണ് ആ മുൻതൂക്കമുള്ളത്. അപ്പോൾ ആ സാഹചര്യം മൂന്നാമത് LDF വികസിപ്പിച്ചു. അതിൽ ലോക് താന്ത്രിക് ജനതാദളും അതുപോലെ INLും വന്നു. ഇവർ രണ്ടുപേരും ജനസ്വാധീനമുള്ള കക്ഷികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ പിന്തുണ വരുമ്പോൾ രാഷ്ട്രീയമായിട്ട് വലിയ നിലയിലുള്ള ഒരു പിൻബലമായിട്ട് അത് മാറുന്നു എന്നതാണ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ഡിസ്കഷനിൽ വന്നത് വികസനം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ആ വികസന കാര്യങ്ങളിൽ നമ്മുടെ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 10 വർഷമായിട്ട് വികസനം ഒരു ശ്രദ്ധേയമായ ഒരു പുതിയ പ്രോജക്റ്റ് പോലും കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഇലക്ഷനിൽ ഒരു പ്രകടന പത്രിക പോലും അവർ വെച്ചിട്ടില്ല. അവരും വെച്ചില്ല, BJP വെച്ചില്ല. ഞാൻ മാത്രമേ ഇവിടെ പ്രകടന പത്രിക അവതരിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ വികസന കാര്യങ്ങളിൽ നമ്മൾക്കൊക്കെ എടുത്തു പറയാവുന്ന പദ്ധതി സ്റ്റേറ്റ് തലത്തിൽ തന്നെ മാതൃകയായി അംഗീകരിക്കപ്പെട്ട പ്രോജക്റ്റുകളുണ്ട്. ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പദ്ധതികൾ ഏറ്റെടുത്ത്. അപ്പോൾ അതെല്ലാം ഇവിടെ എനിക്ക് നല്ല നിലയിൽ സഹായകരമായി മാറിയിട്ടുണ്ട്. വികസനം ചർച്ച ചെയ്തപ്പോൾ എനിക്ക് നല്ല നിലയിൽ അത് ഗുണം ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു ഘടകം. ഈ മണ്ഡലത്തിലെ BJPന്റെ നിലപാട് ചർച്ചയാവുന്നുണ്ട്. കാരണം MK രാഘവനെതിരെ ഒരു ഒളിക്യാമറ വിവാദം വന്നപ്പോൾ പോലും പരസ്യമായി പ്രതികരിക്കാൻ BJPയുടെ നേതാക്കളൊന്നും അല്ല, അതിലൊരു അത്ഭുതവുമില്ല. അദ്ദേഹത്തിനെതിരെ വിവാദം വന്നപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിൽ അത് സംബന്ധിച്ച് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കണമെന്നെങ്കിലും പറയേണ്ടതാണ്. അത് പറഞ്ഞില്ല. അപ്പോൾ ഞാനും ഇപ്പോൾ അതിനെക്കുറിച്ച് മറ്റു തലത്തിൽ ആക്ഷേപം ഉന്നയിക്കില്ല. പക്ഷെ നമ്മളെല്ലാം അത് പരിശോധിക്കണമെന്നുള്ള നിലപാട് പറയില്ലേ, അത് പറഞ്ഞില്ല. തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതമാണ്. ഏതായാലും തിരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ പറയുന്നത്. ക്യാമറാമാൻ ജിബേഷിനൊപ്പം മേഘമാധവൻ, കോഴിക്കോട്. നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ വയനാട്ടിലെ ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ ഗ്രാമീണ മേഖലകളിൽ വോട്ട് അഭ്യർത്ഥിച്ച LDF സ്ഥാനാർത്ഥി PP സുനീർ. ശുഭാപ്തി വിശ്വാസത്തിലാണ് അദ്ദേഹം. സ്ഥാനാർത്ഥിക്കൊപ്പം റിപ്പോർട്ടുമായി അനൂപ് ചേരും. മണ്ഡലത്തിൽ ആദ്യം മുതൽ നിറഞ്ഞു നിന്ന സ്ഥാനാർത്ഥിയാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. പ്രചാരണത്തിന്റെ പരസ്യ പ്രചാരണം കഴിഞ്ഞു. അവസാന ഘട്ടത്തിലേക്ക് ഇത് കടക്കുമ്പോഴും സജീവമായി തന്നെ അദ്ദേഹം മണ്ഡലത്തിലുണ്ട്. പ്രധാനമായും ഈ ഉൾമേഖലയെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമാണ് അദ്ദേഹം നടത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. ഈ അവസാന മണിക്കൂറുകളിലെ ആദ്യ പ്രചരണം തൊട്ട് തന്നെ വോട്ടർമാരെ നേരിൽ കാണുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വീകരിച്ചൊരു പ്രചാരണ മാർഗം. ഈ അവസാന നിമിഷവും അതിനുവേണ്ടി തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏകദേശം ഈ മണ്ഡലത്തിൽ ആദിവാസി കോളനികളിൽ 90% നേരിട്ട് പോയി ആദിവാസി കോളനികളിൽ പോയി അവരോട് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു. അവർക്ക് ഇങ്ങനെ അനുഭവം തന്നെ ഇതിന് മുമ്പില്ല. സ്ഥാനാർത്ഥികൾ തന്നെ വളരെ അപൂർവമായി MP തീരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളാണ്. മിക്കവാറും ഈ മണ്ഡലത്തിൽ ഏകദേശം 99% കോളേജുകളിലും പോയി വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും അധ്യാപകരെയും ഒക്കെ നേരിൽ കണ്ടു. സർക്കാർ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളിൽ, വില്ലേജ് ഓഫീസ് മുതൽ എല്ലാ തരത്തിലുള്ള സർക്കാർ ഓഫീസുകളിൽ പോയി ജീവനക്കാരുമായി സംസാരിച്ചു. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ പോയി, തൊഴിൽശാലകളിൽ പോയി, ബസ് സ്റ്റാൻഡുകളിൽ പോയി, എല്ലാ മേഖലകളിലും പൊതുവെ താള് കൂടുന്നിടത്ത്, മരണ വീടോ കല്യാണ വീടോ എന്തായാലും അവിടെയൊക്കെ ചെല്ലാനും അവരുമായി സംസാരിക്കാനും അവസരം പരമാവധി. നിശബ്ദ പ്രചാരണ ദിവസം വീടുകളിൽ കയറി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ. PV കുട്ടൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നിശബ്ദ പ്രചാരണ ദിവസം പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ. ഇപ്പോൾ P ജയരാജൻ നമ്മോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ 1.5 മാസക്കാലമായി പ്രചാരണ രംഗത്ത് വളരെ സജീവമായിരുന്നു. വളരെ വടകരയിൽ വലിയ മേൽക്കോയ്മ തന്നെ LDF സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ഇന്നത്തെ കുട്ടിക്കലാശത്തിലടക്കം ആ ആവേശം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ എങ്ങനെയാണ് LDFന്റെ ഒരു പ്രതീക്ഷകൾ? ഇവിടെ LDFന്റെ സ്ഥാനാർത്ഥിയായി എൻ്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ജനങ്ങളോട് ഞാൻ പറഞ്ഞത് ഇത്തവണ വടകര LDF തിരിച്ചു പിടിക്കുമെന്നാണ്. ഈ പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ
അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടുകൂടി നല്ല ഭൂരിപക്ഷത്തോടെ വടകരയിൽ LDF ജയിക്കും എന്ന് ഉറപ്പിച്ചു പറയാനാവും. ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശം കഴിഞ്ഞു. ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് ഇവിടെ വ്യക്തികളെ ബന്ധപ്പെട്ട് വോട്ട് നൽകുന്നതിന് വേണ്ടി ഉള്ള അഭ്യർത്ഥന നടത്തുന്ന പ്രവർത്തനത്തിലാണ് ഇന്ന് ഏർപ്പെട്ടിട്ടുള്ളത്. ചില സ്ഥാപനങ്ങളും അവിടുത്തെ തൊഴിലാളികളെയും ജീവനക്കാരെയും കാണുന്ന പ്രവർത്തനവും ഇന്ന് നടത്തും. പരമാവധി വ്യക്തികളെ ബന്ധപ്പെടാൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് LDFൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലക്ക് നല്ല ശുഭപ്രതീക്ഷയാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്തൊക്കെ ഘടകങ്ങൾ വടകരയിൽ അനുകൂലമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണ LDFനൊപ്പമില്ലാത്ത ലോക് താന്ത്രിക് ജനതാദൾ അത് വളരെ സജീവമായിട്ട് ഇപ്പോൾ LDFൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് LDFന് വളരെ അനുകൂലമായിട്ടൊരു ഘടകമാണ്. UDF ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില പ്രചരണങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ താഴേക്കടയിലുള്ള പ്രവർത്തകരടക്കം ഇന്ന് സജീവമായി മുഴുവൻ സമയ പ്രവർത്തകരായിട്ടാണ് LDFന് വേണ്ടി LJDയുടെ പ്രവർത്തകന്മാർ രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമല്ല, കേരളത്തിലെ LDF സർക്കാരിൻ്റെ നയങ്ങൾ, നടപടികൾ അത് പൊതുസമൂഹത്തിനകത്ത് LDFന് അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ അനുകൂല ഘടകങ്ങളാണ് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. BJP വോട്ടുകൾ UDFന് മറിച്ചു നൽകുന്നു എന്നുള്ളൊരു വ്യാപകമായ പ്രചാരണം ഈ മണ്ഡലത്തിലും കേരളത്തിൽ പൊതുവെയും ഉണ്ട്. അത് LDF തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാൻ പറ്റുമോ? അല്ല, അത് കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ മതനിരപേക്ഷത അംഗീകരിക്കുന്നവരാണ്. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നവരാണ് ജനങ്ങൾ. അതുപോലെ തന്നെ എല്ലാ വിശ്വാസികളെയും സമന്വയ മനോഭാവത്തോടു കൂടി സമീപിച്ച സൂഫി പണ്ഡിതന്മാർ, അവരാണ് ഇസ്ലാം മതം ആദ്യകാലത്ത് പ്രചരിപ്പിച്ചത്. ആ സൂഫിസത്തിൻ്റെ പാരമ്പര്യം ഇന്ന് ഉയർത്തിപ്പിടിക്കുന്നവരാണ് കേരളത്തിലെ പൊതുസമൂഹം. കണ്ണൂർ മണ്ഡലത്തിൽ ഏറെ ആത്മവിശ്വാസത്തിലാണ് ഇടത് സ്ഥാനാർത്ഥി PK ശ്രീമതി. നിശബ്ദ പ്രചാരണ ദിവസം വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലായിരുന്നു ശ്രീമതി ടീച്ചർ. 1.5 മാസത്തോളം നീണ്ടുനിന്ന ആവേശകരമായിട്ടുള്ള പരസ്യ പ്രചരണത്തിന് ശേഷം ഇന്നലെ കൊട്ടിക്കലാശവും വളരെ ആവേശകരമായി തന്നെ പൂർത്തിയായി. എല്ലാ ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മേധാവിത്വം നിലനിർത്താൻ കണ്ണൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചർക്ക് സാധിച്ചു. ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. ശ്രീമതി ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ആവേശകരമായ പ്രചരണം കഴിഞ്ഞ് ഇന്ന് നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമാണ്. എന്താണ് ഈ അവസാന മണിക്കൂർ? നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ തന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ സഖാവ് AKP, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്നു, ഇപ്പോൾ പാർട്ടി സെൻട്രൽ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം എൻ്റെ ബന്ധു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ, പ്രായം ചെന്ന അമ്മ മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി കണ്ടു. അങ്ങനെ അവിടെ എല്ലാവരെയും കണ്ടതിന് ശേഷം നേരെ കണ്ണൂരേക്ക് വന്നു. കണ്ണൂർ എനിക്ക് എൻ്റെ ഈ മണ്ഡലത്തിലെ ഒരു 3-4 ബന്ധുക്കളുണ്ട്. എന്തെങ്കിലും കുറച്ച് പേരെങ്കിലും വിളിക്കണം എന്നുള്ള നിലയിൽ അന്ന് എല്ലാവരുടെയും വീടുകളിലെത്താൻ പറ്റൂലല്ലോ. അപ്പോൾ കുറേ പേരെ വിളിക്കണം എന്നുള്ള നിലക്കാണ് ഇപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ പേരെ വിളിച്ചു, രാവിലെ തന്നെ കുറേ പേരെ വിളിച്ചു. മറ്റേ വീടുകൾ സന്ദർശിക്കുക എന്നുള്ളത് ഇന്നിപ്പം പ്രായോഗികമല്ല. ഒരു വീട് മാത്രം സന്ദർശിക്കുക എന്ന് പറയുന്നത് അത്ര ശരിയുമല്ലാത്തതുകൊണ്ട് എല്ലാവരെയും വിളിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും. ഈ വിശ്രമമില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ, അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും അവസാനമായി ടീച്ചർക്ക് എന്താ തോന്നുന്നത്, ഈ വോട്ടർമാരുടെ ഇന്നലെ ഒരു വിലയിരുത്തലൊക്കെ നടത്തിയിട്ടുണ്ടാകും, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ? വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നത് ഞാൻ മാത്രമല്ലല്ലോ. ഈ കണ്ണൂർ മണ്ഡലത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഞങ്ങളുടെ നേതാക്കൾ ഉൾപ്പെടെ പ്രവർത്തകരും കഴിഞ്ഞ 1.5-2 മാസമായിട്ട് യഥാർത്ഥത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രവർത്തകർ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ അടുത്ത നാളുകളിലായിട്ട് കുറേയേറെ അനുഭാവികളായിട്ടുള്ളവർ, ഒട്ടനവധി ചെറുപ്പക്കാർ വളരെയധികം സജീവമായിട്ട് രംഗത്തെത്തി എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷവും അഭിമാനവും തോന്നിയത് 7 നിയോജക മണ്ഡലങ്ങളിലായി നടത്തിയിട്ടുള്ള ബൈക്ക് റാലി, റോഡ് ഷോ. ആ റോഡ് ഷോയിൽ ഓരോ മണ്ഡലത്തിൽ നിന്നും 2000-2500 ബൈക്കുകളാണ് പങ്കെടുത്തത്. വളരെ ചിട്ടയായിട്ട്, യാതൊരു പ്രശ്നമില്ലാതെ, ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ചെറുപ്പക്കാർ അത് കൈകാര്യം ചെയ്തത്. മാത്രമല്ല, ഒരു ബൈക്കിൽ 2 പേര്, അങ്ങനെ ചുരുങ്ങിയത് 4000 പേര് ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ പോലും ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കണ്ണൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ യങ് ജനറേഷൻ
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു വരേണ്ടത് അവരുടെയും കൂടി ആവശ്യമാണ് എന്നുള്ള നിലയിൽ വളരെ ആവേശത്തോടുകൂടി പങ്കെടുക്കുന്നതാണ് കണ്ടത്. ഞാൻ